ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ലോ കോൺസെൻട്രേഷനിൽ വേണം സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിന്റെ സിറംസ് നമ്മുടെ ഫേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ ഓൾറെഡി ഹൈ കോൺസെൻട്രേഷൻ വാങ്ങിയിട്ടുണ്ടാവും, പിന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും? അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ, കാരണം ഓൾറെഡി നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞ പാക്കേജ് ആണെങ്കിൽ മാറ്റി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവും, കാരണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഷെൽഫ് ലൈഫ് താന്നു തുടങ്ങൂലേ. അപ്പൊ നമുക്ക് അത് പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡെയിലി 2 നേരമൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു വീക്കിൽ നൈറ്റിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇന്ന് യൂസ് ചെയ്യണമെങ്കിൽ നാളെ യൂസ് ചെയ്യണം, മറ്റന്നാൾ യൂസ് ചെയ്യാം. അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 2 വീക്ക് ഫോളോ അപ്പ് ചെയ്യുക. 3rd വീക്കിൽ നൈറ്റിൽ ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുക. 4th വീക്കിൽ മോർണിംഗിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യുക, നൈറ്റ് കംപ്ലീറ്റ്ലി ഫോളോ അപ്പ് ചെയ്യുക. ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി 2 നേരം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ പതുക്കെ പതുക്കെ അഡ്ജസ്റ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ലാണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് 10% നയാസിനമൈഡ് ഒക്കെ നമ്മൾ 2 നേരം മോർണിംഗും നൈറ്റും ഒക്കെ പുതിയ ഒരാൾ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഡോക്ടർ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.